എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ടൈറ്റിൽ പോലെ തന്നെ നമ്മൾ ഇന്ന് മുടി വെച്ചിട്ടാണ് ഇന്നൊരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മുടിയാണെന്ന്. പക്ഷെ ഈ മുടിയല്ല, നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് എടുക്കാൻ സമയം കിട്ടിയത്. അപ്പം ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കത് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആണെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാനത് എങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം. എനിക്ക് കംപ്ലീറ്റ് അതൊരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറച്ച് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇത് ട്രയലൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ നല്ല രീതിയിലൊന്ന് ചീവി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ കുറച്ച് ഭാഗം ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അത്രയും പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കത്രികയുടെ മൂർച്ച ഭയങ്കരമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, മുറിയത്ത് പോലും ഇല്ല. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് മറ്റേ മെഷീനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കത്രിക എടുത്തുകൊണ്ട് വന്നിട്ടാണ് മുറിച്ചത്. പിന്നെ ഞാനതിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ബാക്കി ഇങ്ങനെ വിട്ട് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ചീവി കളയുന്നുണ്ട്. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനാണെങ്കിൽ അത് റബ്ബർ ബാൻഡിൽ വെച്ചൊന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലൊന്ന് പിന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഞാനത് ഫേസ് ടു ഫേസ് ചെയ്യുന്ന ഒരു വീഡിയോ പോലെ എടുക്കണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രൈഡഡ് പോലെ ഇങ്ങനെ പിന്നി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്തും അതുപോലെ തന്നെ തറയിലും ടേബിളിലും മൊത്തം മുടിയായിരുന്നു. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം കെയറോട് വേണം ചെയ്യാൻ, വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സംഭവം ചെയ്താൽ മതി, കാരണം ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ ഒരു മുടി ആയതുകൊണ്ട് നമുക്കങ്ങനെ അവിടെ ഇവിടെയും അടങ്ങി നിൽക്കത്തില്ല, ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ ഏതൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ എങ്ങാണ്ട്, എക്സ്റ്റൻഷൻ വെച്ച് ചെയ്യുന്ന പിള്ളക്കല്ല് പോലത്തെ ഹെയർ ബോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മുത്തുകളൊക്കെ വെച്ച് അങ്ങനെ ഡിസൈനൊക്കെ കൊടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, തലയിൽ വെച്ച് നല്ല രസമാണ് കാണാൻ. പക്ഷെ ഇത് ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ അത് പിന്നി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ കമ്പിളി നൂല് കിട്ടും, ആ കമ്പിളി നൂല് വെച്ചിട്ടാണെങ്കിലും ബ്രൈഡഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഈ ഒരു ഹെയർ ബോ ഞാൻ ആമസോണിലെങ്ങാണ്ട് കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വീതിയുള്ള ഹെയർ ബോ ആട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഓഫർ ഉണ്ടായിരുന്നു. ഇത്ര ഹെയർ ബോ, ഒരു 5-6-12 ഹെയർ ബോയുടെ ഒരു സെറ്റായിട്ടായിരുന്നു ഞാനിത് വാങ്ങിച്ചത്. ലിങ്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, കാരണം ആ ലിങ്കൊക്കെ എൻ്റെ പഴയ ഫോണിലായിരുന്നു. ആ ഫോൺ ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല, അതുകൊണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഫോണിനകത്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ലിങ്ക് ഇട്ടേനായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സൈഡ് വശം കെട്ടുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലാകെ ഈ ഒരു തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തുണി വെച്ച് ജസ്റ്റ് ആ സൈഡ് ഒന്ന് കെട്ടി വെക്കുകയാണ്. അപ്പം നമ്മുടെ ഹെയർ ബോ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടി വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ വരുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും സംഭവം ഓക്കെ ആണ്. ഞാനിതിവിടെ ക്ലോത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ, വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി നമ്മുടെ കറക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ. ഓക്കെയാണ്, ഉണ്ട്, ഇങ്ങനെ ഇരിക്കും സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ ബോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു, ബൈ.